ഇത്തിത്താനം ഇളങ്കാവിലെ ഗജമേള നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഗജരാജ സൗന്ദര്യത്തിൻ്റെ തനിമ ഒട്ടും തന്നെ ചോരാതെ, ആടയാഭരണങ്ങളോ നെറ്റിപ്പട്ടങ്ങളോ ഒന്നുമില്ലാതെ ഗജരാജാക്കന്മാരെ അവരുടെ തനിമയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഗജമേള എന്നതാണ് ഇത്തിത്താനം ഗജമേളയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ഭംഗി കൊണ്ടും ഉയരം കൊണ്ടും ശ്രദ്ധ നേടിയ എണ്ണം പറഞ്ഞ ആനകൾ ഇത്തിത്താനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ തെക്കേ നടയിൽ ഓരോന്നായി അണിനിരന്നപ്പോൾ കാഴ്ചക്കാരുടെ ആവേശവും അതിരുകടന്നു. 10ാമത് ഉത്സവത്തിൻ്റെ ഭാഗമായി പള്ളിവേട്ട ദിവസമായ വ്യാഴാഴ്ചയായിരുന്നു ഗജരാജ സംഗമം. ചങ്ങനാശ്ശേരിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഇത്തിത്താനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ ഗജമേളയ്ക്ക് സവിശേഷമായ സ്ഥാനമാണുള്ളത്. മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ ഗജമേളയും അരങ്ങേറുന്നത് ഇവിടെയാണ്. മധ്യ കേരളത്തിലെ പ്രധാന ഗജമേളയാണ് ഇത്തിത്താനം ഗജമേള. ചങ്ങനാശ്ശേരി താലൂക്കിലെ ഇത്തിത്താനത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ദേവീക്ഷേത്രമായ ഇത്തിത്താനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലാണ് ഈ മഹാമേള നടക്കുന്നത്. 2000 മുതലാണ് ക്ഷേത്രത്തിലെ ഗജമേള ആരംഭിച്ചത്. നെറ്റിപ്പട്ടം തുടങ്ങിയ ആടയാഭരണങ്ങളില്ലാതെ ആനകളെ അണിനിരത്തുന്ന ഗജമേള എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 9ാം ഉത്സവത്തിനാണ് ഗജമേള നടത്തുന്നത്. ഗജസ്നേഹികളെ ആകർഷിക്കുന്ന ഗജസംഗമം കാണാൻ നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൽ എത്താറുള്ളത്. ഗജരത്നം കിട്ടിയ ആനയെ കൂടാതെ പൊക്കമേറിയ ആനയും തിരഞ്ഞെടുക്കുന്നു. ആ ആനയാണ് അന്നത്തെ കാഴ്ചബലിക്കും ശ്രീഭൂത ബലിക്കുമുള്ള വിളക്ക് എഴുന്നള്ളിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ ഗജമേളയ്ക്ക് ഉണ്ട്.